ക്ഷാമം സൃഷ്ടിച്ച ഇറച്ചി വ്യാപാരികൾ അമിതമായി വില കൂട്ടിയതായി ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറച്ചി വിലയിൽ 50 രൂപയിലധികം വർധനവുണ്ടായത്. കിലോയ്ക്ക് 480 രൂപയാണ് ഇപ്പോഴത്തെ വില. കന്നുകാലികളുടെ ലഭ്യത കുറഞ്ഞതാണ് വില വർദ്ധിക്കുവാൻ നിർബന്ധിതരാക്കിയതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രചരണം മാത്രമായിരുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. കഴിഞ്ഞ മാസങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന കന്നുകാലികളുടെ വരവിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നതായാണ് വ്യാപാരികൾ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് 3 ദിവസത്തോളം കടകൾ അടച്ചിടുകയും ചെയ്തു. എന്നാൽ വില വർദ്ധിപ്പിക്കുകയും കടകൾ തുറന്ന് പ്രവർത്തിക്കുകയുമായിരുന്നു. ഇത് തട്ടിപ്പായിരുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. ഇതൊരു പ്ലാൻ ചെയ്ത് സാധാരണക്കാരനെ പറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം വില കൂടി കഴിഞ്ഞപ്പോൾ സാധനത്തിന് ലഭ്യത സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചില്ലെങ്കിൽ തോന്നിവാസം വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ തന്നെ കുറച്ച് ആൾക്കാർ വിൽക്കുന്ന മേഖലയിലുള്ള ആൾക്കാർ മാത്രം ഇത് ആലോചിക്കുന്നു. അവർ തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഒരു ഏജൻസി, ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള സംവിധാനം ഇല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇതുപോലെ വിലകൾ കുതിച്ച് ഉയർത്തുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ട സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിൽ സർക്കാരിന് ഇടപെടാൻ ചില ഇടത്തരം കുടുംബത്തിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇറച്ചി വാങ്ങണമെങ്കിൽ ഒരു ദിവസത്തെ പണിക്കൂലി ചെലവാക്കേണ്ട സാഹചര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ അടിക്കടി, അതായത് തൊട്ടടുത്തടുത്ത് ഒരു 100 രൂപയുടെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സാധാരണ ജനങ്ങൾ, ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരു സാധാരണക്കാരന് അത് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. അവൻ്റെ വീട്ടിൽ ഒരു പാവപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരു കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ അവൻ്റെ ഒരു ദിവസം മുഴുവൻ ശമ്പളവും കൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തിച്ചേരുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അത് ഗ്രാമപഞ്ചായത്തുകളും ബാക്കിയുള്ള സംവിധാനവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ സപ്ലൈസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതിനു വേണ്ട ഒരു നടപടി സ്വീകരിക്കണം. വിപണി വില നിയന്ത്രിക്കേണ്ട അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.